ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മാങ്ങേൻ്റെ അച്ചാറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ മാങ്ങ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഏട്ടനും കൂടി വന്ന് ഹെൽപ്പ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഏട്ടന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി പെട്ടെന്ന് മുറിച്ചെടുക്കാനറിയാം. അപ്പോൾ അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് തന്നിട്ട് ഞാൻ അതിൽ ഉപ്പിട്ടിട്ട് എടുത്ത് വെക്കാം കേട്ടോ. പിറ്റേ ദിവസമാണ് ഇത് ഉണ്ടാക്കുന്നത്. തലേ ദിവസം രാത്രി ഇങ്ങനെ ഉപ്പിട്ടിട്ട് ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ടിട്ട് എടുത്ത് വെച്ചതാണ്. പിറ്റേ ദിവസത്തേക്ക് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ടുണ്ടാവും. പിന്നെ നല്ലെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കേട്ടോ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും ചൂടോടെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കാശ്മീരി ചില്ലിയും അതേപോലെ കുറച്ച് പിന്നെ സാദാ മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. വേറെ ഞാൻ അച്ചാർ പൊടിയൊന്നും ഇടില്ല. ഞാനിടുന്ന അച്ചാറിൽ ഇങ്ങനെ പൊടിപ്പിച്ചിട്ടുള്ള മുളക് പൊടി കാശ്മീരി ചില്ലിയൊക്കെ തന്നെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല. ഉപ്പ് ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതോടുകൂടി തന്നെ കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുകിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഉലുവയൊന്ന് വറുത്തിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉലുവേൻ്റെ പൊടിയും കൂടി ഇടുന്നുണ്ട്. ഉലുവേൻ്റെ പൊടിയൊന്നും കൂടുതലായി പോകരുത്, അപ്പോൾ കയ്പ്പ് പോലെ തോന്നും. അങ്ങനെ പിന്നെ കായത്തിൻ്റെ പൊടി അതേപോലെ തന്നെ ഇടുന്നുണ്ട്. അങ്ങനെ കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിൻ്റെ കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പിന്നെ കുറച്ച് സുർക്ക ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സുർക്ക ഒന്ന് ചൂടാക്കിയിട്ട് അത് എന്താ വെച്ചാൽ ഇതെല്ലാം ചൂടാക്കിയിട്ട് ഒഴിക്കുമ്പോഴാണ് നമുക്ക് കുറേ നാൾ ഇങ്ങനെ പൂപ്പലൊന്നും വരാണ്ട് സൂക്ഷിക്കാൻ പറ്റും. എല്ലാം ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലെണ്ണ ആയാലും അതേപോലെ തന്നെ സുർക്ക ആയാലും ഒക്കെ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറായിരുന്നു. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നെല്ലാം ഇട്ട് വെച്ചാൽ നമ്മൾ ഓണം ആകുമ്പോഴേക്കിനും അതിൻ്റെ നല്ലോണം എരിവൊക്കെ പിടിച്ച് നല്ല സൂപ്പർ അച്ചാറായി മാറും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ എല്ലാം ഈ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. നിർദ്ദേശങ്ങളായാലും ഒക്കെ തന്നെ, എന്നാലല്ലേ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എനിക്ക് മനസ്സിലാവുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നാലല്ലേ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ എല്ലാവരും അച്ചാറും ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.